ഏയ് എന്താ അവിടെ? ഞാനീ അഡ്മിഷന്റെ. അഡ്മിഷനോ? അതിന് കള്ളന്മാരെ പോലെ പതുങ്ങി വരുന്ന എന്തിനാ? സോറി. വലതുവശത്താ ഓഫീസ്. അറ്റൻഡർമാരൊക്കെ എവിടെ ഇരിക്കണം? അറ്റൻഡർമാരോ? അതെന്തിനാ? അല്ല, ഈ വഴിക്ക് പോയപ്പോ വെറുതെ സുഖാണോ? ആ ഓഫീസിൽ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്ന് അറിയാം. അവിടെ ശരി. അയ്യോ, ഹലോ, നീ വന്നേ. ഗുഡ് മോർണിംഗ് സാർ. എന്താ? ഞാനിവിടെ സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. കാണാനോ? ഇതെന്താ മ്യൂസിയം ആണെന്ന് വിചാരിച്ചോ? നല്ലതാണോ എന്നറിയാൻ. എന്ത് നല്ലതാണെന്ന്? സ്കൂളേ. അല്ല, നിങ്ങളെ ആരെയും ഇങ്ങോട്ട് കടത്തി വിട്ടത്? അശ്വിൻ. അശ്വിൻ? ഫാദർ അരവിന്ദ്. ഫാദർ അരവിന്ദ്? പ്രിയ മെഡിക്കൽസ്. മെഡിക്കൽസ്? ഇതെന്താണോ, ഇത് ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ? നല്ലതാണെന്ന് പറയാം. സാർ ഇവിടുത്തെ അറ്റൻഡർ ആണല്ലേ? അല്ല, ആണെങ്കിൽ എന്താ? നന്നായി. ഞാൻ നോക്കിയിരിക്കുന്നു. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയാതെ. എന്ത് ചോദിക്കാൻ? സാറിനെ കാണാനേ വന്നാ. എന്തിനു? ഒരു കാര്യം. എന്ത് കാര്യം? അല്ല, ഇങ്ങനെ എല്ലാവരെയും മുമ്പിൽ വെച്ച്. അത് എന്താണോ? നമുക്ക് ആ ടോയ്ലറ്റിൽ നിന്ന് പോയാൽ. അതല്ല, ചെറിയൊരു സാധനം. എന്ത് സാധനം? ഡൊണേഷൻ. ഡൊണേഷൻ വാങ്ങിയിട്ട് മോൻ്റെ അഡ്മിഷൻ ഒന്ന് ശരിയാക്കി തരണം. വാട്ട് നോൺസെൻസ് ആർ യു സേയിങ്? അല്ല, ഇവിടെ പ്രശ്നമാണെങ്കിൽ സാർ വീട്ടിൽ അഡ്രസ് തരാണെങ്കിൽ ഞാൻ വീട്ടിലെത്തിച്ചേരാം. സെക്യൂരിറ്റി പുള്ളിയുടെ കയ്യിൽ കൊടുത്താൽ മതിയോ? ദേ, താൻ ഇവിടുന്ന് പോന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണം? വേണ്ട, ഡൊണേഷൻ വേണമെങ്കിൽ കൈക്കൂലിട്ടാരും. എങ്ങനെയെങ്കിലും ഒന്ന് പ്ലീസ്. എന്തിനാണ് ഇവിടെ ചുറ്റി കളിക്കുന്നത്? സാറിനോട് പറഞ്ഞ് ശരിയാക്കി തരും. ഒന്നും പറയണ്ട. ചേട്ടൻ വിചാരിച്ചാൽ നടക്കും. ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വെളിയിൽ പോയേ, വെളിയിൽ പോടോ. ബൈക്ക് എവിടെ ഇരിക്കണേ? അതെ, പുളിമൂട് ജംഗ്ഷനിലെ ഒരു കുമാർ ടൈലറിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ ചെന്ന് ടൈലർ കുമാറിനെ കണ്ടാൽ മതി. പുള്ളി ശരിയാക്കി തരും. അഡ്മിഷന്റെ കാര്യമല്ലേ? അല്ല, ആര് പറഞ്ഞു? ഹോളി സയൻസിലെ പീറ്റർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ചെല്ല്. ശരി, താങ്ക് യു പീറ്റർ. യെസ് ടിന. ഹലോ, ഞാൻ പ്രിയ ആണ്. ഗ്ലോബൽ ഇമിഗ്രേഷനിലെ ലിസി പറഞ്ഞിട്ട്. ഓ ഓക്കെ, അതെ, എൻ്റെ മോന് ഇംഗ്ലീഷ് ട്യൂഷൻ എടുക്കുന്നതിന് വേണ്ടി. ബട്ട് ടൈമാണ് പ്രശ്നം. ഇപ്പൊ തന്നെ ഫുള്ളി പാക്ഡ് ആണ് സ്കെഡ്യൂൾ. പിന്നെ മിസ് ലിസി ഒരുപാട് നിർബന്ധിച്ചിട്ടാ. അല്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ഇത്തിരി സമയം മതി. ഓക്കെ, വീക്ക്ലി ട്വൈസ് ആക്കാം. ട്യൂസ്ഡേ ടു തേഴ്സ്ഡേ ഈവനിങ് 5:30 to 7. അയ്യോ, 5:30യോ? അത് ഞാൻ മനുവിനെ കളിക്കാൻ വിടുന്ന സമയമാ. കളിക്കാനാ ഈ പ്രായത്തിലാ? വേറെ സമയത്തൊന്നും ഞാൻ ഫ്രീ അല്ല. അത് പ്രശ്നമല്ല, 5:30 ഓക്കെ. ഫോണിൽ ചോദിക്കുന്നോണ്ട് ഒന്നും വിചാരിക്കരുതേ. ഫീസ് എത്രയാവും? മന്ത്ലി 1500. വീക്ക്ലി 3 hour ക്ലാസ്. എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? നോർമലി പേരൻസ് എന്നോട് പറയുന്നത് ഞാൻ കുട്ടികളോട് വെറുതെ സംസാരിച്ചാൽ മതി എന്നാണ്. പിന്നെ അവർ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ ഇംഗ്ലീഷ്. ആൽഫബറ്റ്, നമ്പേഴ്സ്, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഈ ട്യൂസ്ഡേ തുടങ്ങാലോ അല്ലേ? ഓഫ് കോഴ്സ് മാം, ഓഫ് കോഴ്സ്. അഡ്രസ് ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കൂ. ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മനു, അംബാനിക്കാരെ സീറ്റ് കൊടുക്കാത്ത? അംബാനി അല്ലേ മോളെ? ഒന്ന് ബ്രേക്ക് കൊടുത്തു. എന്താ പറഞ്ഞേ? ഓ, തമ്പാൻ, പൂർണിമ തമ്പാൻ. ഞാനും വിചാരിച്ചേ അംബാനിക്കൊക്കെ ഈ ഗതി വന്നല്ലോ എന്ന്. അതൊക്കെ സ്കൂളിൽ പഠിക്കുന്നത്. പൂർണിമയ്ക്ക് ചേച്ചിയുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ? നമുക്ക് നോക്കാന്നേ. ഫോം നമ്പർ പറയൂ. 321. ഓൾ റൈറ്റ്, ഐ വിൽ ട്രൈ. ഞാനല്ലേ പറയുന്നേ. നിലവിലുള്ള റേറ്റുകൾ ഞാൻ പറയാട്ടോ. സെൻറ്റ് ജോൺ 6, വിദ്യാശില്പ് 7, ഹോളി സയൻസ് 5, ബ്ലോസംസ് 6. മൂത്ത കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിലോ ബന്ധുക്കൾ ആരെങ്കിലും ടീച്ചേഴ്സ് ആയിട്ടുണ്ടെങ്കിലോ 2 കുറയും. അങ്ങനെയൊന്നുമില്ലേ? പള്ളിയിൽ വല്ല പിടിപാടും ഉണ്ടോ? അയ്യോ, ഇത് പള്ളി മാറിപ്പോയി. സാരമില്ല,
കാശുണ്ടല്ലോ. ആ അത് മതി, അത് മതി. എന്ത് സിംഗിൾ പേരന്റോ? അയ്യോ, എങ്ങനെ മരിച്ചു? ഓ, കളഞ്ഞിട്ട് പോയതാണോ? then it's not a problem. അതൊരാളെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. ഞാൻ തന്നെ, ഞാനല്ല, ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്യാം. ആ ഡോണ്ട് വറി. ഹാപ്പി ഫാമിലിയാണെന്ന് നമുക്ക് തോന്നണം, അത്രയേ ഉള്ളൂ. ആ അതൊക്കെ ഞാൻ അഡ്മിഷൻ വാങ്ങി തന്നിട്ട് പറയാം. ഇത് കൂടുതലൊരു സേവനമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശരി. ഓക്കെ. നമസ്കാരം സാർ. ആ എന്താ സാർ? ഞാൻ പീറ്റർ പറഞ്ഞിട്ട് വരിക, ഹോളി സയൻസിലെ. ഓ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. വരൂ. 1-2 സ്കൂളൊക്കെ നോക്കി ഒന്നും ശരിയായില്ല. എന്നിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ABCD 1 to 10 ഒക്കെ എഴുതാൻ അറിയോ? അറിയാം സാർ. എൻ്റെ മോനും അറിയാം. ദാ ആയിരിക്കുന്ന അജിത് സാറില്ലേ, ആ പുള്ളിക്കാരൻ്റെ മോനും അറിയാം ABCD 1 to 10 ഒക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വേർതിരിക്കും? സെയിം ബുദ്ധി, സെയിം പ്രായം, സെയിം IQ, എല്ലാം സെയിം. പിന്നെ ഒരു കാര്യം, അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്നാ, പാരൻസ് അവരുടെ സാമ്പത്തിക നിലയും എഡ്യൂക്കേഷനും ഇരിക്കും. നമസ്കാരം. സാറേ ഈ ലോഗോ ഇടത് സൈഡിലല്ലേ? അയ്യോ, ലേബിൾ ഇടതുവശത്തല്ല, ഈ കൊല്ലം മുതൽ വലതുവശത്ത് വെക്കാനല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പേരൻസ് കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെ ഈ കൊല്ലം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. നമുക്കും ജീവിച്ചു പോണ്ടേ. സാറിന്റെ പേര് വിട്ടുപോയല്ലോ. അരവിന്ദ് ടി പി. ഓക്കെ. അരവിന്ദ് മാഷ വണ്ടി ഏതാ? വണ്ടി ബൈക്കാണ് സാർ. ആ TVS സ്റ്റാർ സിറ്റി. TVS. അത് സാറിന്റെ BMW 5 Series. 5 Series. മൊബൈൽ ഫോൺ ഏതാ? വീഡിയോകോൺ പ്രീപെയ്ഡ്. ആ സാറിന്റെ iPhone 6 Plus. 6 Plus. ഏതെങ്കിലും ക്ലബിൽ മെമ്പറാണോ? ആ ശാരദ ആർട്ട് ആൻഡ് സ്പോർട്സ് ക്ലബ്. എവിടെയത്? നെല്ലിമൂട്. സാർ ഏത് ക്ലബിലെ മെമ്പർ? Metropolitan. അവസാനമായിട്ട് എവിടെയാ ടൂറ് പോയത്? കുറ്റാലം. ആ. അന്ന് ധാരാളം വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് കുളിക്കാനൊക്കെ പറ്റി. നന്നായി. ഇപ്പൊ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഴനിക്ക് പോകണം. ഓ പോയിക്കോളൂ. സാർ എവിടെയാ ടൂർ പോയത്? Singapore, Bangkok. സിംഗപ്പൂർ, ബാങ്കോക്ക്. നമ്മുടെ ബിസിനസ് എന്താ? ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, പ്രിയ മെഡിക്കൽസ്. ആ ഈ അജിത് സാറിന് AC ഷോറൂമാണ്. ഇദ്ദേഹം മോള സ്കൂളിന് 20 AC ആണ് ഡൊണേറ്റ് ചെയ്തത്. നന്നായി. നമ്മുടെ ജോൺ സാറില്ലേ, കൊട അദ്ദേഹം കൊട കമ്പനിയിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഓരോ കൊട കൊടുത്തു. ആഹാ. അതുപോലെ നിങ്ങളും എന്തെങ്കിലും ചെയ്യണം. എല്ലാ പിള്ളേർക്കും ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുത്താലോ? അയ്യോ, എൻ്റെ ഒരു ചെറിയ കടയാണ് സാർ. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂട്ടിപ്പോവും. എൻ്റെ മാഷേ, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണം, തട്ടുകാട്ടർ പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. എങ്ങനെയാ ശരിയാവുക? അല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. മാഷ് ഒരു കാര്യം ചെയ്തോളൂ, ക്യാഷ് അറേഞ്ച് ചെയ്യൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ആ സാറിൻ്റെ ഫീസ്? അയ്യോ, അത് വിട്ടേക്കൂ. ഇതൊക്കെ ഒരു ജനസേവനല്ലേ, അല്ലേ സാറേ? ഞാൻ ഈ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ഒരു കൊച്ചു അഭ്യുതകാംക്ഷി മാത്രം. സാറിനോട് ചോദിച്ചാൽ മതി, അല്ലേ സാറേ? അവിടെ ചോദിച്ചാൽ. If you're happy and you know it, clap your hands. Clap. If you're happy and you know it, stomp your feet. If you're happy and you know it, nod your head. If you're happy and you know it and you really wanna show it. If you're happy and you know it, clap your hands. Jump up high. If you're happy and you know it and you really and wanna show it. If you're happy and you know it, jump up high.